കോഴിക്കോട് 9ാം ക്ലാസ്സുകാരനെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചതായി പരാതി. പയ്യോളി കോട്ടയ്ക്കൽ കുഞ്ഞാലിമരക്ക സ്കൂളിലാണ് സംഭവം. ഐനിക്കാട് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ തലയ്ക്കും മുഖത്തും നെഞ്ചിനും മർദ്ദനമേറ്റ പാടുകളുണ്ട്. സീനിയർ വിദ്യാർത്ഥികൾ പണം ആവശ്യപ്പെട്ട് നൽകാത്തതിനെ തുടർന്നായിരുന്നു മർദ്ദനം. 8ാം ക്ലാസ് പഠിക്കുന്ന സമയം മുതലേ ഇവന്റെ സീനിയർ ആയിട്ടുള്ള കുട്ടികൾ ഇങ്ങനെ പൈസ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇവനെ ഭീഷണിപ്പെടുത്തി. ഇവൻ കുറച്ച് സൈലന്റാ ആള്. അപ്പൊ ഇന്നലെ ഇവന്റെ കയ്യിലുള്ള പൈസ ഇവനെന്തോ ആവശ്യത്തിന് വേണ്ടി വെച്ചേന്. അപ്പൊ ആ പൈസ ഇവര് തട്ടിപ്പറിച്ച് വാങ്ങി. അങ്ങനെ ഇവര് എന്ത് ചെയ്തു, 3-4 ആൾക്കാർ കൂടി ഇവനെ ഉച്ചയ്ക്ക് ഒരു 1:30-ക്ക് അടിച്ചു. പെട്ടെന്ന് തന്നെ നമ്മള് എത്തിച്ചേക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ് തലയ്ക്ക് പ്രശ്നമുണ്ട്, നെറ്റിയിലൊക്കെ ചെറിയ പ്രശ്നമുണ്ട്, നമുക്ക് CT സ്കാൻ എടുക്കണം. അപ്പൊ CT നോക്കുമ്പോ ചെറിയൊരു പ്രശ്നം, ബ്ലഡ് കോട്ടിങ് വന്നു തലയ്ക്ക്. അങ്ങനെ ബോഡി വീക്കായി, ഇതിനൊക്കെ തലയിലൊക്കെ മുഴകളൊക്കെ വന്ന കുട്ടീനെ പരാതി അതൊന്നും അന്വേഷിക്കാണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാണ്ട് കുട്ടീനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾ പയ്യോളി പോലീസിൽ പരാതി നൽകി. ആകാശ് തടത്തിലുണ്ട് വിവരങ്ങളുമായി. ആകാശ്, ഇത് എപ്പോഴാണ് ഈ സംഭവം? ഈ വിദ്യാർത്ഥികൾക്ക്, സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? എന്താണ് ആ കുട്ടിയുടെ ബന്ധുക്കളുടെ പരാതി? അഖില, ഇന്നലെ ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. സീനിയർ വിദ്യാർത്ഥികളായ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സീനിയർ വിദ്യാർത്ഥികളായ ആളുകളാണ് 9ാം ക്ലാസ്സുകാരനെ മർദ്ദിച്ചിരിക്കുന്നത്. ഇവനിൽ നിന്ന് ഇവർ 8ാം ക്ലാസ് മുതൽ തന്നെ പൈസ വാങ്ങിച്ചിരുന്നു. അന്നൊന്നും ഈ വിദ്യാർത്ഥി ഈ കാര്യം ആരെടുത്തും പറഞ്ഞിട്ടില്ല. രക്ഷിതാവിൻ്റെ അടുത്തായാലും അധ്യാപകരുടെ അടുത്തായാലും ഇവർ ഇത്തരത്തിൽ പണം വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെടുത്ത് പണം ആവശ്യപ്പെട്ട് കുട്ടി പറയുന്നു താനൊരു ആവശ്യത്തിനെടുത്ത് വെച്ച തുകയാണ്, അത് തരാൻ സാധിക്കില്ലെന്ന് പറയുന്നു. അപ്പോഴാണ് വിദ്യാർത്ഥികൾ ഇവനെ ഉന്തുന്നത്. അതിൽ ഈ വിദ്യാർത്ഥിയുടെ നഖം സീനിയർ വിദ്യാർത്ഥിയുടെ മേൽ കൊള്ളുകയും അതിൽ പ്രകോപിതരായ ഇവർ ഈ വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയാണ് ചെയ്തിരുന്നത്. മർദ്ദിച്ച ഉടൻ തന്നെ ഈ വിദ്യാർത്ഥി അധ്യാപകരുടെ അടുത്തൊന്നും പറഞ്ഞില്ല. ഇത് കണ്ടുനിന്നൊരു വിദ്യാർത്ഥിനിയാണ് അധ്യാപകരുടെ അടുത്ത് ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടായെന്ന കാര്യം പറയുന്നത്. അപ്പോൾ തന്നെ അധ്യാപകർ അവരെ വിളിച്ചെങ്കിലും ശകാരിച്ചു വിടുകയാണ് ഉണ്ടായിരുന്നത്. ഈ കുട്ടിക്ക് കാര്യമായി തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. തലയ്ക്കും നെഞ്ചത്തും ഉൾപ്പെടെ പരിക്കേറ്റ പാടുകളും കാണാം. എന്നിട്ട് ഈ കുട്ടിയെ നേരെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. അധ്യാപകർ വീട്ടുകാരെ പോലും അറിയിക്കാതെയാണ് ഈ കുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്. പിന്നെ വീട്ടിലെത്തിയ കുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം തോന്നിയതിന് പിന്നാലെയാണ് കുട്ടി രക്ഷിതാക്കളെടുത്ത് ഈ കാര്യങ്ങൾ പറയുന്നത്, തന്നെ ഇങ്ങനെ മർദ്ദിച്ചതായി. അങ്ങനെ ശരി, ആകാശ് തടത്തിലാണ് വിവരങ്ങൾ നൽകി.